ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നല്ല ചൂടല്ലേ, അപ്പോൾ എന്തായാലും ഞാനൊരു അവിൽ മിൽക്ക് ഷേക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ്. എങ്ങനെയെന്നല്ലേ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കൂട്ടുകാരെ, അവിൽ മിൽക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കപ്പലണ്ടി, അതുപോലെ തന്നെ അവിൽ, പിന്നെ പാല്, പാളയംകുടം പഴം, പിന്നെ ബൂസ്റ്റും. ഞാൻ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചങ്കളെ, ഞാനത് ഇവിടെ ഫസ്റ്റ് ടൈം ഇവിടെ നമ്മൾ സെറ്റാക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവലിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ. ഞാനത് വെളിയിലെ അടുപ്പിൽ, അത് ഞങ്ങളുടെ വിറകടുപ്പിലാണ് ഞങ്ങൾ ആദ്യം ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഞെക്കുന്ന സമയത്ത് ഒന്ന് പൊടിയുന്ന രീതിയിലാണ് നമ്മൾ അവിൽ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതൊന്നും ഇവിടെ സെറ്റാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പാളയംകുടം പഴം ഒന്ന് ആ തോലൊക്കെ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് പാളയംകുടം പഴം മിക്സിയിൽ അടിച്ചുകൊണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല കേട്ടോ. ഞാനത് ഇങ്ങനെ നമ്മൾ ഒന്ന് സെറ്റാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പഴത്തിൻ്റെ ഇതുകൊണ്ട് ഷേപ്പ് ഉണ്ട്, അങ്ങനെ മോശമാണെന്ന് വിചാരിക്കണം കേട്ടോ. നല്ല പഴം തന്നെയാണ്. ഞാനിങ്ങനെ കവറിലിരുന്ന് ഇപ്പോൾ അങ്ങ് മേടിച്ചിട്ട് വന്നതിന് ശേഷം ഒന്ന് അമർന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ സൈഡിൽ ഇങ്ങനെ കളർ കാണുന്നത്. അപ്പോൾ എന്തായാലും പഴം നല്ലതുപോലെ നമ്മുടെ അവിടെ പാളയംകുടം പഴം ഉടച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അവിലത് ഈ ഒരു പരുവാണ് കേട്ടോ. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ഒന്ന് അമർത്തുന്ന സമയത്ത് പൊടിയുന്നൊരു പരുവത്തിനാണ്. അപ്പോൾ നല്ലപോലെ അവിൽ റെഡി ആയിട്ടുണ്ട്. ഞാനതിന് ഇതിന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി ഇവിടെ ഒന്ന് വറുത്തെടുക്കാമേ. അപ്പോൾ ഞാൻ തോടില്ലാത്തതാണ് ആദ്യം എടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് തോടുള്ള ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തോട് നല്ലപോലെ കളഞ്ഞൊക്കെ എടുക്കാം. എന്തായാലും ഞാൻ അധികം തോടൊന്നും കളഞ്ഞെടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇതിനൊന്ന് ചൂടാക്കി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുള്ളൂ. പിന്നെ ചങ്ങമ്പരെ നല്ല ചൂടല്ലേ, തീർച്ചയായിട്ടും എല്ലാവരും വീടുകളൊന്നും ചെയ്ത് നോക്കണം കേട്ടോ. അതായത് നമ്മുടെ മനസ്സും ശരീരവും നല്ലതുപോലെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് ഇത് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ അമ്മാതിരി ചൂടാണല്ലോ ഇപ്പോഴേ. അപ്പോൾ എന്തായാലും ഇത് നമ്മളെ പഴമൊക്കെ നല്ലതുപോലെ ഉടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പലണ്ടി വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് കണക്കാക്കിയിട്ട് എത്രയാണ് നിങ്ങളെ മധുരം വേണ്ടത് ആ കണക്കിന് നിങ്ങൾ പഞ്ചസാരയോടെ ചേർക്കുക. പിന്നെ ഇതിൽ പാല് ചേർക്കുക. പിന്നെ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കാം. അപ്പോൾ അത് നോക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ പാലോട് ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് തണുപ്പിച്ച് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചാണെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ പച്ചപ്പാലാണെങ്കിലും എടുക്കാം കേട്ടോ. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എടുക്കാം. ഞാനെന്തായാലും പാല് തണുപ്പിച്ചിട്ടില്ല കേട്ടോ. നല്ലതുപോലെ തണുത്ത പാല് തന്നെ, പച്ചപ്പാല് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലാണെങ്കിലും ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ തിളപ്പിച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചാണെങ്കിൽ സെറ്റാക്കി എടുക്കാം. പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം ഒരിക്കലും കൂടെ പറയാം, മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മിക്സ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല രീതിയിൽ ഇതിൽ വേണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കാം. പക്ഷേ ഞാനതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നല്ലൊരു വലിയ ഒരു ഗ്ലാസ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിത് കുറച്ച് അവലിത് ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കണക്കായിട്ടുണ്ടോ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടോ. അപ്പോൾ ഞാനത് അടുത്ത് ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൂടെ ആയിട്ട് നമ്മളത് ഇതേപോലെ കപ്പലണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ നമ്മളത് അവൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ നമ്മളെ മിക്സ് ചേർക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് അത് ഓരോ ലെയറായിട്ട് നമ്മളിത് ഇതുപോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയങ്ങളിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിക്കുക. പിന്നെ കുഞ്ഞുമക്കളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചങ്ങന്മാരെ, നമ്മൾ ഐറ്റം എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ അവിൽ മിൽക്ക് ഷേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഇതിനൊന്ന് കാലക്ക് ഇതിങ്ങനെ എടുക്കാൻ കേട്ടോ. നമ്മളെ ബൂസ്റ്റും കപ്പലണ്ടിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാമേ. അപ്പോൾ ഞാനതൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനിതുവരെ ഇതിന് മുമ്പ് കഴിച്ചിട്ടുമില്ല. അപ്പോൾ ചങ്ങന്മാരെ, കഴിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല തണുത്ത പാലുണ്ടായതുകൊണ്ട് നല്ല തണുപ്പൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെയും വീട്ടിലിത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളെ കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ച് വീഡിയോ കാണാം. അതുവരെ ബൈ.